ഹലോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ നിന്നില്ലാത്തൊരു മടിയാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കാനും റെഡിയാവാനും ഒക്കെ മടിയാണ്. ഞായറാഴ്ച എൻ്റെ കുട്ടി എന്നോട് ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, മമ്മ നാളെ സ്കൂളിൽ പോകണമെന്ന്. അതൊരു 10 പ്രാവശ്യമെങ്കിലും കുട്ടി മിനിമം ചോദിക്കാറുണ്ട് കേട്ടോ. എന്നാൽ അവൾക്കറിയാം സ്കൂളിൽ എന്തായാലും പോകണം തിങ്കളാഴ്ച എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു പീരിയഡ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ. ഈ പീരിയഡ്സിൻ്റെ ടൈമിലുണ്ടല്ലോ എല്ലാ ക്രേവിങ്സും ഒഴിവാക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഒരു കോഫി അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ നാളായിട്ട് കോഫിയൊന്നും കുടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോഫിക്കൊരു വല്ലാത്ത സ്വാദാണ് കേട്ടോ. ഈ ഒരു സ്വാദിൽ കോഫി ഇട്ടുതരാൻ വേറെ ആർക്കും പറ്റാറില്ല. കുറച്ച് മധുരവും കുറച്ചധികം കടുപ്പുള്ള നല്ല പാല് മാത്രം ഒഴിച്ച കോഫി, ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോഫി കേട്ടോ. പല ഹോട്ടലിലും പോയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊന്നും ആ ടേസ്റ്റിൽ വന്നില്ലെങ്കിൽ ഞാനത് കുടിക്കാതെയൊക്കെ വരാറുണ്ട് കേട്ടോ. അത് എന്നെപ്പോലെ കോഫി ലവേഴ്സിന് മാത്രം മനസ്സിലാവുന്നൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ തീർത്ത് നേരെ വീട്ടിലേക്ക് വന്നു, ഫുഡും കഴിച്ചു. പുതിയൊരു ബുക്ക് എടുത്ത് ഞാനിരുന്നു കേട്ടോ. ഇത് സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ്റെ എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. ഈ ബുക്ക് വായിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ വന്ന് പറയൂ.